ഒരു കാട്ടിലൂടെ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിനോസറിനെ കണ്ടാൽ എങ്ങനെയുണ്ടായിരിക്കും? ഒരിക്കലും നടക്കില്ലെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ഇതേ അനുഭവമാണ് 1938 നടന്നത്. ദിനോസറിന് കൂടെ 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ വംശനാശം സംഭവിച്ചെന്ന് കരുതിയ ഒരു മത്സ്യത്തെ അന്ന് വീണ്ടും കണ്ടെത്തി, സിലക്കാന്തിനെ. സൗത്ത് ആഫ്രിക്കയിലെ മ്യൂസിയം ഉദ്യോഗസ്ഥയായിരുന്ന മർജറി ലാറ്റിമറിന് അന്നത്തെ ദിവസം മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയ ഒരു മീനിന്റെ രൂപവും അതിന്റെ നീല നിറത്തിലുള്ള അപ്പിയറൻസ് എല്ലാം കണ്ട് ചെറിയ സംശയം തോന്നി. പിന്നീട് ഫിഷ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫസർ JLB സ്മിത്തിനെ സഹായത്തിന് വിളിക്കുകയും ചെയ്തു. എന്നാൽ പ്രൊഫസർ സ്മിത്ത് ഷോക്കായി പോയി, കാരണം തന്റെ മുന്നിലുള്ളത് ഒരു സിലക്കാന്താണ്, അതും 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന ഒന്ന്. എങ്ങനെയായിരിക്കാം ഇവ വംശനാശത്തെ നേരിട്ടത്? സമുദ്രത്തിന് 2300 അടി താഴ്ചയിൽ ശത്രുക്കളുടെ ശല്യമില്ലാതെ പരിസ്ഥിതിയിലുള്ള വലിയ മാറ്റങ്ങളിൽ അകപ്പെടാതെ മാറി നിന്നുകൊണ്ടാവാം. ഇവയുടെ ലോബ്ഡ് ഫെൻസിന്റെ, അതായത് ഇവയുടെ ചിറകുകളുടെ ചലനം കരയിലെ നാൽക്കാലികളുടേതുപോലെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സിലക്കാന്തുകളുടെ പ്രാചീന റിലേറ്റീവ്സിന് ജീവന്റെ കടലിൽ നിന്ന് കരയിലേക്കുള്ള പരിണാമത്തില് വലിയൊരു റോൾ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ പരിണാമത്തില് കടലിൽ നിന്നും കരയിലേക്ക് കയറിയ ടിക്ടാലിക് മത്സ്യങ്ങളുടെ അത്ര പ്രാധാന്യം സിലക്കാന്തുകൾക്ക് കൊടുക്കേണ്ടതില്ല താനും. കാരണം കരയിൽ അതിജീവിക്കാൻ ടിക്ടാലിക്കിന് ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് സിലക്കാന്തുകൾക്കില്ല. എങ്കിലും വലിയൊരു അത്ഭുതമായിരുന്നു സിലക്കാന്തുകളുടെ തിരിച്ചുവരവ്. മറ്റൊരു പ്രത്യേകത, ഇവ പ്രസവിക്കുന്നവയാണ്, അതും 5 വർഷമെങ്കിലും പ്രഗ്നന്റ് ആയിരിക്കുകയും ചെയ്യും.